ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്വപ്നം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണെന്നല്ലേ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തള്ളിപ്പറഞ്ഞും കല്ലെറിഞ്ഞും കുറ്റപ്പെടുത്തിയും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് തോൽപ്പിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെയൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റും. അപ്പം ഞാനൊരിടത്തേക്ക് പോവുകയാണ്. എവിടത്തേക്കാണ് എന്നുള്ളത് സർപ്രൈസ് ആയിക്കോട്ടെ. അവിടെ എത്തുമ്പം കാണാമല്ലോ എവിടത്തേക്കാണ് എന്നുള്ളത്. അവിടെ പോയാൽ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ഒന്നും നോക്കാതെ സ്വീകരിക്കുന്നൊരു സ്ഥലം. കുറേ കാലമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലം, പോവാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലം. ആ സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തേക്ക് മാത്രമായിട്ടല്ല കേട്ടോ പോകുന്നത്. എൻ്റെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിംഗ് ആണിന്ന്. അവിടെ എന്തോ ഹൈന്ദവരുടെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ചടങ്ങെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, സത്യം പറയാച്ചാൽ. അപ്പോൾ അതിനും കൂടി പോവുകയാണ്. അത് വൈകിട്ട് 5 മണിക്കാണ്. പക്ഷേ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുള്ളത് കൊണ്ടും ഞാൻ പോകുന്ന സ്ഥലത്ത് കുറച്ച് നേരം എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടും കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്. അപ്പോൾ ജസ്റ്റ് ഇതേ പെയ്യുന്നേറ്റതേ ഉള്ളൂ. ഇനി ഒന്ന് കുളിച്ച് റെഡിയാവണം. എന്നിട്ട് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ സ്ഥലം ഏതാണെന്നും എന്താണെന്നൊക്കെ ഉള്ളത് കാണണ്ടേ? വെയിറ്റ് ആൻഡ് സീ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. തരാ. അങ്ങനെ പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അന്ന് ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? അതിലത്തെ 2ാമത്തെ ധാവണിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഷോളിന് ഇത്തിരിയും കൂടി ഒരു ലെങ്ത്ത് ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ഭംഗിയാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് പോകുന്ന സ്ഥലവും പോകുന്ന ഇതൊക്കെ ഞാൻ പറയാം. അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഇവിടുന്ന് ഒരാൾ കൂടി, ഞങ്ങൾ 4 പേരല്ലാതെ വേറൊരാൾ കൂടി ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. ആളാരാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കട്ടെ. ഓക്കെ. അങ്ങനെ ഗൈസ്, ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കൊലായിട്ടലൈറ്റിട്ടിരിക്കും. എന്തിന് എന്താ ആയിട്ടല്ലേ? ഇപ്പോൾ ഇറങ്ങിയാണ്. രാത്രിയെ വരുന്നത്, അതുകൊണ്ടാണ് ഓൾ കൊല്ലാനൊക്കെ കഴിച്ചിട്ടിപ്പോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ കൂടെ 4ാമതൊരാളുണ്ട്. ആളെയും കൂട്ടിയിട്ട് ഞാൻ പോവാണ്. അയ്യോ, ബാഗ് പോയി. ഞാനെൻ്റെ കണ്ണനും ഞാനും ഒരേ കളറില്ലേ? ഓക്കെ. അങ്ങനത്തെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കഴിക്കണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളെ ഒന്ന് കാണണം. എന്നിട്ട് വേണം ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഈവനിങ് ആണല്ലോ പരിപാടി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെന്താ, ഏതായാലും യാത്ര തുടങ്ങിയിരിക്കും. എങ്ങോട്ടാണ് എന്നുള്ളതും അവിടെ ആളെ കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി. ക്ലൂ ഒന്നും വേണ്ട. അപ്പം ലസിതാൻറ്റിക്ക് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണി. ചേച്ചി ചൊറിഞ്ഞ് ഞാൻ വേണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു സൗഹൃദവുമായിട്ട് മുമ്പോട്ട് വാട്സപ്പ് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. പക്ഷേ ജസ്റ്റ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് തള്ളച്ചി വീണ്ടും തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളെന്തിനും മിണ്ടാതിരിക്കണം? അതുകൊണ്ട് കൊടുത്ത് മറുപടി കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. വടകര കോടതിയിൽ വന്നതാ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ കേസുണ്ട്. അതല്ല, ചോറുന്നാൻ വന്നതാ. നല്ല അടിപൊളി ക്യാൻറ്റീൻ മക്കളെ. ഒരു രക്ഷയില്ലാത്ത ക്യാൻറ്റീനാണ്.
അങ്ങനെ കോടതിയിൽ നിന്ന് ചോറിനിറങ്ങുന്ന ആദ്യത്തെ ആൾക്കാർ ഒരുപക്ഷെ ഞങ്ങളായിരിക്കും. വടകര കോടതി ക്യാൻറ്റീനിൽ അടിപൊളി ഫുഡാട്ടോ. ഞങ്ങൾ ഈ വടകര ഭാഗത്തേക്കൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് കോടതി ക്യാൻറ്റീനിലാണ് കഴിക്കുക. നല്ല ഫുഡാണ്. അങ്ങനെ ചോറും കഴിച്ചു. ചോറ് കഴിക്കാനൊന്നും സമയമായിട്ടില്ല, പക്ഷെ ചോറ് കഴിച്ചു. നേരെ മാഹി, തലശ്ശേരി, കണ്ണൂര് എവിടെയൊക്കെ പോകണമെന്നറിയാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഇതെന്താ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഭക്ഷണം കഴിക്കുന്ന സമയത്തേ ഭക്ഷണത്തിൻ്റെ കുറച്ച് അംശം ഡ്രസ്സ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മഞ്ഞളല്ലേ, പിന്നീട് അത് പോവില്ല. അപ്പോൾ അന്നപ്പോൾ തന്നെ എന്താക്കി വെച്ചാൽ ഒരു സോപ്പും വെള്ളവും മേടിച്ചിട്ട് അപ്പം തന്നെ കഴുകി പോക്കിട്ടോ. മറ്റേ ആ കറ അവിടെ തന്നെ കിടക്കും. പ്രത്യേകിച്ച് മഞ്ഞളിൻ്റെയൊക്കെ കറയും എണ്ണയുടെ കറയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അത് കഴുകി പോക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. റോഡ് സൈഡാന്ന് നോക്കിയിട്ട് കാര്യമില്ലേ, ഡ്രസ്സല്ലേ ബിയിലേ മുഖ്യം, നമുക്ക് പിന്നെ ഉപയോഗിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ അവിടുന്ന് തന്നെ കഴുകി പോക്കിട്ടോ. ഇത് മാഹി പള്ളി കേട്ടോ, ക്രിസ്ത്യൻ പള്ളിയെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ ഇവിടെ തിരിച്ചു വരുന്ന വഴിക്ക് കയറാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പം അത് കണ്ടതുപോലും ഇല്ല ഞാൻ, അത്രയും ലേറ്റായിട്ടുണ്ട്. ഈ ബോർഡ് കണ്ടപ്പം ഏകദേശം എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. അതെ, അവിടേക്ക് തന്നെ. അങ്ങനെ ഞാനും എത്തിപ്പെട്ടു മക്കളെ, മുത്തപ്പൻ്റെ മണ്ണിൽ. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതായിരുന്നു മുത്തപ്പനെ ഇന്ന് പോയി കാണണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം ഇന്നലെയാട്ടോ എനിക്ക് സാധിപ്പിച്ച് കിട്ടിയത്. എല്ലാം നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയാറില്ലേ, സത്യമായിട്ടുള്ളൊരു കാര്യമാണത്. അല്ലാതെ 13 വർഷമായിട്ട് ഞാൻ പലരിൽ നിന്നും കേൾക്കുന്നൊരു പേരാണ് ഈ മുത്തപ്പൻ്റെ പേര്. അവിടെ പോകും നിങ്ങൾ, അവിടെ നിങ്ങൾക്ക് കയറാം. അവിടെ ജാതിയോ മതമോ അങ്ങനത്തെ ഒരു വിവേകമോ അവർ കാണിക്കാറില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ് എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഒടുക്കം ഞാനും എത്തി മുത്തപ്പൻ്റെ അടുത്ത്. ആ മുത്തപ്പനെ കണ്ടപ്പം ഒരുപാട് സന്തോഷമായിട്ടോ. ഭയങ്കര ക്രൗഡായിരുന്നു. കാരണം ഉത്സവം തുടങ്ങുന്ന ദിവസം തന്നെയാട്ടോ ഞാൻ മുത്തപ്പൻ്റെ അടുത്ത്. ഉത്സവം എന്നല്ല, വെള്ളാട്ട് എന്നാണ് തോന്നുന്നു പറയുക. വെള്ളാട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ മുത്തപ്പൻ്റെ മണ്ണിൽ മുത്തപ്പനെ കാണാനായിട്ട് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ മുത്തപ്പൻ്റെ ബോർഡ് കാണിച്ചു തരാട്ടോ എവിടെയാണെന്നുള്ളത് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അതേ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ ഞാൻ ഇന്നലെ പോയി. ചിത്രവര തുടങ്ങിയ അന്ന് തൊട്ടിട്ട് എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നീ പോകേണ്ട ഒരു അമ്പലമുണ്ട് എന്നുള്ളത്. അത് ചിത്രവര തുടങ്ങി 13 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആ അമ്പലത്തിൽ എത്തിപ്പെടാൻ പറ്റിയത്. ആ അമ്പലം ഏതാന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഓ, ഫോട്ടോ എടുക്കാലോ. അപ്പൊ എന്നിട്ട് ഇപ്പോഴാണ് 13 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിപ്പോൾ മുത്തപ്പനെ ഒന്ന് കാണാൻ പറ്റി. ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല, നമുക്ക് കയറുകയും കാണുകയൊക്കെ ചെയ്യാം. കണ്ടു, പ്രാർത്ഥിച്ചു, ഒരുപാട് സന്തോഷമായി. പലരുടെയും വിചാരം എന്നെ വെറുക്കപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്നാട്ടോ. എന്നാൽ അതല്ല സത്യം എന്നുള്ളത് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയായിട്ടുള്ള പച്ച മനുഷ്യരെ കാണുമ്പോഴാട്ടോ മനസ്സിലാവുന്നത് എന്നെ വെറുക്കുന്നവർ മാത്രമല്ല സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് എന്നുള്ളത്. ഇത് പ്രത്യേകിച്ച് മുസ്ലിംസും കാണേണ്ട ഒരു വീഡിയോ തന്നെ കേട്ടോ. ഇത് കാണുമ്പോൾ എന്താ കമൻറ്റ് വരിക എന്ന് പറയുമോ? ഞാൻ തന്നെ പറഞ്ഞു തരാം. അവൾ തന്നെ അവരോട് ചോദിച്ചിട്ട് സെൽഫി അവർക്കെടുത്ത് കൊടുത്തതാണ് എന്നുള്ളൊരു കമൻറ്റേ അവിടെ വരാൻ പോകുന്നുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ എന്നോട് ചോദിക്കും, ഒന്ന് നിങ്ങൾ തന്നെ എടുക്കുമോ എന്ന് ചോദിക്കും. കാരണം അവരെക്കാട്ടിൽ ഹൈറ്റ് മിക്കതും എനിക്കാട്ടോ ഉള്ളത്. അതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ വെറുക്കുന്നവരല്ല സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് എന്നുള്ളത് എനിക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും
ഇതൊക്കെ കാണുമ്പം കുരുവൊട്ടുന്ന എത്ര ആൾക്കാരുണ്ടാവുമെന്നറിയോ? അതേ, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും എന്നോട് ഫോട്ടോ എടുത്തു കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇല്ല, നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറയാനും ഭയങ്കര ബുദ്ധിമുട്ട്. അതാണ് ഈ ചേട്ടൻ ക്യാമറയൊക്കെ ഓണാക്കി തന്നതാട്ടോ. പാവം ഒരു മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് നേരം എന്നെ കാത്തു നിന്നു കേട്ടോ പുറത്ത് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, എന്നെ വെറുക്കുന്ന മനുഷ്യരല്ല, സ്നേഹിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട് എന്നുള്ളത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി. അത്രമേൽ സന്തോഷത്തോടെ മുത്തപ്പനെ തൊഴുത് ഇറങ്ങുന്നൊരു മൂമെൻ്റ് ആട്ടോ. ഇവിടെ പിന്നെ ജാതിയുമില്ല, മതവുമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. എന്താ അല്ലേ, എല്ലായിടത്തും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഇന്നലെ അറിയാതെ ആഗ്രഹിച്ചു പോയിട്ടോ. മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ചത് കൊണ്ടേ ജീവിതത്തിൽ ഇന്നേ വരെ നായിനെ തൊട്ടിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ഇന്ന് വരെ, എനിക്ക് 33 വയസ്സായി, ഇന്ന് വരെ ഞാൻ നായിനെ തൊട്ടിട്ടില്ലേ. മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ അവയുടെ പ്രതിമ കണ്ടു. അപ്പോൾ ഒറിജിനലിനെ തൊടാൻ പേടിയാണ്. കാരണം ചെറുതിലേ തൊട്ട് ഒറിജിനൽ അവിടെ ഉണ്ട്. ചെറുതിലേ തൊട്ട് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ, നായിനെ തൊടരുത്, നായി ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം പലരും പറയും നായി ഹറാമല്ല, നജസാണ് എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ തൊടാറില്ലായിരുന്നു. നായിയുടെ പ്രതിമ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അതും പറഞ്ഞുതരാം. ഒറിജിനൽ അവിടെ മുത്തപ്പൻ്റെ വാഹനല്ലേ അല്ലേ? അറിയില്ല. ഗരീഷൊക്കെ ചോദിച്ചതാണ്. മുത്തപ്പനെ കണ്ടിറങ്ങിയതിന് ശേഷം അവിടുത്തെ പ്രസാദം വാങ്ങി കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മിക്കതും കാണൽ മമ്പയറും തേങ്ങയും കൂടിയാണ്. പക്ഷേ ഇന്നലെ എനിക്ക് കിട്ടിയത് അവിലും തേങ്ങയും കൂടിയാട്ടോ. അപ്പോൾ അത് കഴിക്കണം എന്നുള്ള വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ അതും പ്രസാദവും മേടിച്ച് കഴിച്ചു ഞാൻ. മുത്തപ്പൻ്റെ നല്ലൊരു അനുഭവ കഥയുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാവേ. എല്ലാവരും ഒന്ന് കാണണേ. ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു സ്ഥലം, മുത്തപ്പൻകാവ് മുഴുവനായിട്ട് കാണുന്ന ഒരു സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും അവിടെ നിന്ന് വീഡിയോ എടുക്കണം. നമ്മൾ വീഡിയോ എടുക്കുന്നതാണല്ലോ വിഷയം. ഒരു വീഡിയോയിൽ ഒരു ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇവിടുന്ന് ധൈര്യമായിട്ട് വീഡിയോ എടുത്തോ, ഇവിടുന്ന് ആരും ഹൈക്കോടതിയിലേക്കൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുത്തപ്പൻ്റെ അവിടെ ആ ഒരു ഫുള്ളായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്നും വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മനസ്സറിഞ്ഞ് മറ്റ് എവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാട്ടിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ ആദ്യമായിട്ട് മുത്തപ്പനെ കണ്ടു, തൊഴുതിറങ്ങി. ഭയങ്കര സന്തോഷം. ഞങ്ങൾ ആടുന്ന് പോയി തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് പിന്നെ ചെണ്ട കൊട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നിറയെ ആൾക്കാർ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊന്നും അങ്ങോട്ട് ഉള്ളിലേക്കേ കാണൂല, അത്രയും മനുഷ്യന്മാരുണ്ട്. ഞാൻ ഉള്ളിൽ കയറിയതുമില്ല. അന്നെന്തോ പരിപാടി എന്തോ ഉള്ള ദിവസമാണ്. ഏതായാലും ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ട് പറയുന്നുണ്ട്, മോളെ ഗുരുവായൂർ കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, നിനക്ക് പറ്റുന്ന ഒരു സ്ഥലമുണ്ട് മുത്തപ്പൻകാവ്, നീ അവിടെ പോ, മുത്തപ്പനെ പോയി കാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മുത്തപ്പനെ കണ്ടു ഇറങ്ങി. ഒരുപാട് സന്തോഷം. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി മുത്തപ്പനെ കണ്ടപ്പോൾ ഇറങ്ങിയറിയാൻ പറ്റില്ല. ഇനി നമുക്കൊരു ഹൗസ് വാമിങ് അല്ല, അവിടെ എന്തൊരു ഹൗസ് വാമിങ്ങിനെ സംബന്ധിച്ച് എന്തൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. ഇനി നേരെ അവരുടെ വീട്ടിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. എവിടെയാണ് വീട് വരുന്നൊരു ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ഇനി അവിടെ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിൽ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അടുത്ത വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരും. കാരണം ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് വിചാരിച്ചതാണ്.
പക്ഷെ അത് ചെറുതല്ല ബിഗിലേ, വലുത് തന്നെയാണ്. അവിടെ എന്ന് വെച്ചിട്ടാണ് എനിക്ക് മുത്തപ്പൻ്റെ ഒരു അനുഭവം ഉണ്ട് എന്നുള്ളതും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കൂ. കാണണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കേട്ടോ, അല്ലാത്തവർക്ക് കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഏതായാലും ഞാൻ ഹൗസ് വാമിങ് എന്ന് വിചാരിച്ചിട്ട് ഒരു വീട്ടിലോട്ട് പോവുകയാണ്. പ്രതീക്ഷിക്കാതെ നടന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം നിങ്ങളിലേക്കൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത വീഡിയോ. ഓക്കെ.